റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത്, ആരും മറക്കണ്ട. ഗുഡ് മോർണിംഗ്, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു. നമ്മളിപ്പോൾ അങ്ങനെ അജ്മീറിലാണുള്ളത്. അജ്മീറിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എത്തിയിട്ട് നമ്മൾ രാത്രി കംപ്ലീറ്റ് അജ്മീറിലെ ദർഗയും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ സലീം ഖാൻ്റെ അടുത്താണ്. സലീം ഖാൻ്റെ ഷോപ്പിലാണല്ലോ ഇപ്പോൾ ഇതാ. അപ്പോൾ കഴിഞ്ഞ ട്രിപ്പിൽ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്നാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോയത്. നമ്മളൊരു മലയാളി റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഇത് അജ്മീറിൽ ഈ ഒരു ലൊക്കേഷനിലാണ്. ഗേറ്റ് നമ്പർ 4ലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് നമ്മൾ ഇന്നലെ രാത്രി എത്തിയിട്ട് എന്താ പറയുക ദർഗയിലേക്ക് പോകുന്നതും അതിന് അവിടുത്തെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണിക്കുന്നതായിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മള് ഇതാ അങ്ങനെ അജ്മീറിൽ എത്തിയിട്ടുണ്ട്. അജ്മീറിന് ദർഗയിലേക്ക് പോവാണ്. നമ്മൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തല്ലേ. അടിപൊളിയാണ്. ഗല്ലിയിലാണുള്ളത് നമ്മളിപ്പം. ഇവിടെ ഒരുപാട് ഫാൻസി വളകളും അതേപോലെ തന്നെ സ്വീറ്റ്സും ഒന്നും പറയണ്ടല്ല, ഒരുപാട് സംഭവമുണ്ട്. അതുകൂടാണ്ട് നമ്മളിവിടെ വന്നിട്ട് നമ്മളെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാം അല്ലേ. എന്താ കഴിച്ച പറഞ്ഞ? പൊറോട്ടയും ബീഫ് വരട്ടിയും അതൊക്കെ കഴിച്ചിട്ട് ഇതാ നമ്മളിതാ ദർഗേൻ്റെ ഗേറ്റ് നമ്പർ 3ലാണ് നമ്മളിവിടെ നിന്ന് എത്തുക. ഗേറ്റ് നമ്പർ 3ൽ കൂടി നമ്മൾ അങ്ങ് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഇതാ പോവാന്നല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഈ ഒരു ദർഗയിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ. ഈ ഒരു പോകുന്ന വഴിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫുഡിൻ്റെ വിഭവങ്ങളാണ് ഉള്ളത്. ചിക്കൻ ഫ്രൈ, അതേപോലെ തന്നെ ഇതാ ചപ്പാത്തി, കുബൂസ്, ഒന്നും പറയണ്ട. ഫുള്ള് ഫുഡിൻ്റെ ഐറ്റംസിനെ കൊണ്ട് ഏറും കളി അല്ല അമ്ര. യെസ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരുപാട് ഇവരെ സ്പെഷ്യൽ ഫുഡുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഏകദേശം ശരിക്കും പറഞ്ഞാൽ കഴിയാറായി സമയം. എന്താ വെച്ചാൽ 8-9 മണിയായിപ്പോൾ. എല്ലാവരും എന്താ പറയണ്ടേ തിരിച്ച് റൂമുകളിലേക്ക് പോകുന്ന ഒരു സമയത്താണ് നമ്മളിവിടെ എത്തുന്നത്. നല്ല തിരക്കുണ്ടല്ലേ അങ്ങോട്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ടോന്നൊരു സംശയം ഇല്ല. ആവുന്നല്ല, ഇതിലും തിരക്കുണ്ടാവും എന്ന് പറഞ്ഞ മൂപ്പര്. അപ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാ ഇത് കണ്ട സ്പെഷ്യല് ഇവിടെ ചിക്കൻ ഫ്രൈയും അതും ഇതെല്ലാം കിട്ടുന്ന ഒരു ഗല്ലി. ഈ ഗല്ലിയിൽ കൂടി വേണം ഇങ്ങനെ നടന്ന് പോവാൻ വേണ്ടിയിട്ട്. അതായത് കബാബ് ഒന്നും പറയണ്ട, കിഡിലും സ്ട്രീറ്റ് ഫുഡുകൾ, പൊറോട്ട എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അടിപൊളി ചിക്കൻ ഫ്രൈ എല്ലാ ഐറ്റംസ്. അപ്പോൾ ഇതാ ജിയും ഇതാ മക്കളിങ്ങനെ ഫ്രണ്ടിൽ നടന്ന് പോകുന്നുണ്ട്. ജയാനും അമ്രയും അല്ല ജയാനും വിസ്നിയും. അമ്രക്കുട്ടി പാപ്പാപ്പൻ്റെ കയ്യിലുണ്ട്. അമ്രക്കുട്ടി പാപ്പാപ്പൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ നടക്കുന്നുണ്ട്. അപ്പോൾ കണ്ട. പിന്നെ അതുകൂടാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇതാ മോതിരവും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ വാങ്ങാൻ കിട്ടും. കണ്ട കുഞ്ഞി മോതിരം. അതിനിങ്ങനെ കുറേ സാധനങ്ങളെല്ലാം ഉണ്ട് അല്ലേ. ഉണ്ടല്ലോ, ക്ലോക്ക് ഉണ്ട്. കണ്ട മോതിരം കണ്ട. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം കൊണ്ടു തന്നിക്കില്ലേ ജയാനിക്കോ? വാ, ഇവിടുന്ന വാങ്ങിയത്. അപ്പോ പിന്നെന്ന് വെച്ചാല് എവിടെ നോക്കി കഴിഞ്ഞാലും മെയിൻ ഏരിയയില് ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അന്നേരമാണ് എനിക്ക് സന്തോഷ് ജോർജ് കുളങ്ങര അത് പറഞ്ഞത് ഓർമ്മ വന്നത്. നൈറ്റില് ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, പക്ഷെ നമ്മുടെ കേരളത്തില് ഫുഡ് സ്ട്രീറ്റ് ഇല്ലാന്നാ. വളകളും മാലകളും എല്ലാം ഉണ്ടാവും. നമ്മുടെ മുഖേനെ തിളങ്ങും അതിന്റെ റിഫ്ലക്ഷൻ കൊണ്ട് അല്ലേ. അങ്ങനെ നീ ഇതാ പറഞ്ഞല്ലേ. അപ്പൊ ഇതാ കംപ്ലീറ്റ് ഇതാ ഫുഡ് സ്ട്രീറ്റുകൾ. ഒരുപാട് ദൂരം തന്നെ നമുക്ക് ഈ ഒരു ഫുഡ് സ്ട്രീറ്റ് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഇതുണ്ട നമ്മളെ റൊട്ടി, തന്തൂർ റൊട്ടി എന്ന് പറയും, കുബൂസ് എന്ന് പറയും. നിങ്ങൾ എന്താ പറയാന്നുള്ള എനിക്കറിയില്ല. നമ്മളെ കുബൂസ് എന്ന് പറയും, ഇവിടെ തന്തൂർ റൊട്ടി എന്നും പറയും.
അപ്പൊ ഇതാ പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ സ്വീറ്റ്സിന്റെ കലവറ തുടങ്ങുകയാണ്. ഒരു കിടിലം സ്വീറ്റ്സിന്റെ ഷോപ്പുകൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അടിപൊളിയാണ്. ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ്, നമ്മളിതുവരെ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള പേരിൽ ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. കേട്ടാ, ഒരുപാട് പേരിലും അതുപോലെ തന്നെ നമുക്ക് അറിഞ്ഞൂടാത്ത രീതിയിൽ ഇതുവരെ കാണാത്തതായിട്ടുള്ള വന്നതിനാല് പിന്നെ ഇവിടുന്ന് തിരിച്ചു. ആ അതെ 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 അതെ. അമ്രക്കുട്ടിക്ക് ആ കറുത്ത ലഡു ഇഷ്ടപ്പെട്ടിട്ടല്ലേ? ഗുലാബ് ജാമുണ്ട്, ലഡു ഉണ്ട്, അത് എന്താന്നുള്ള എനിക്കറിയില്ല. അപ്പൊ പേരറിയാത്ത സാധനങ്ങൾ ഒരുപാടുണ്ട് ഇവരതായിട്ടുള്ള ഒരു മിൽക്ക് കേക്ക്. അപ്പൊ ഇതാ ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറയുന്നത് സംഭവം ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് സ്വീറ്റ്സ് അല്ലേ? ഈ ഒരു സൈഡിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്വീറ്റ്സ്. ഓരോ ഇവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ ഷോപ്പുകളാണ്. മസ്കറ്റ് അലുവ. ആ ഇങ്ങോട്ട് വന്നേ. ഇതാ ഓക്കെ, അടിപൊളി അടിപൊളി. വാ വാ, ഇനി അങ്ങോട്ട് നോക്കാലോ. വേറെ എന്താ ഉള്ളത്? വള മാല കണ്ടാ, ഇതിന്റെ ഒരു വെറൈറ്റിയാണ് കംപ്ലീറ്റ്. അതിൻ്റെ ഒരു വെറൈറ്റി ലോകം വരുന്നുണ്ട്. പല രീതിയിലുള്ള ലോക്കറ്റുകളും അതുപോലെ തന്നെ ഹാൻഡ് ബാൻഡുകളും ഒക്കെ ഉണ്ട്. വേണ്ട പല മോഡൽ ഡിസൈനുള്ള കിച്ചെയിൻ, ഹാൻഡ് ബാൻഡ്, ഇങ്ങനത്തെ എല്ലാ സാധനം അല്ലേ? ഒരുപാട് ക്രൗഡ് ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. നമ്മളിതാ അങ്ങനെ ഈ ദർഗേന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഹായ്, അങ്ങനെ ഞങ്ങൾ ദർഗേന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ചോറ് വെക്കുന്ന ചെമ്പ്, അത് ഫസ്റ്റ് ഒന്ന് കാണാമല്ലോ നമുക്ക്. ഇതാ ഇതിന്റെ മേലെ തന്നെയാണ്. ഇത് കണ്ട ഇവിടെ ഇവിടെ ചെമ്പ്, നേർച്ച ചെമ്പായിരുന്നു. നേർച്ച ചെമ്പില് പൈസയാണ്, ചോറ് വെക്കുന്നതല്ല. കണ്ട ഒരാളുകൾ വന്നിട്ട് ഇടുന്ന പൈസയാണ്. ആ ഫസ്റ്റ് തന്നെ ഇവിടെ വന്ന് കാണും. നോക്കട്ടെ, ഇതാണ് ഇവിടെ വന്നു കഴിഞ്ഞാല് എല്ലാരും നേർച്ച പൈസ 24 രൂപ. ഓക്കെ, ഇത് ഇന്നത്തെ ഇന്ന് രാത്രി എടുക്കും. അരിയായിട്ടും പൈസയായിട്ടും എന്തെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നേർച്ച ചെയ്യാൻ അരിയലിട്ടിട്ടുണ്ട്. ആ അപ്പോ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ ആ ഒരു ചെമ്പാണല്ലേ. ഞാൻ വെച്ച് ബിരിയാണി ആയിട്ടും വെക്കുന്നത് സത്യം. എന്താ ചോറ് വെക്കുന്ന എന്താ അങ്ങനെ എന്തോന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടത് വേറെയാണ്. പൈസ, നേരത്തെ പൈസ ഒരാൾ ഫുള്ളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഉള്ള ആളുകളാണ്. യെസ്, ഇത് കണ്ട കംപ്ലീറ്റ് ആളുകളാണ്. ഇവിടെ തന്നെ എന്താ പറയണ്ടത്, ഇത് 24 hours വർക്കിംഗ് ആണ്. ഇവിടെ തന്നെ നിസ്കരിച്ച് ഇതാക്കി ദുആർന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ. ഒരു ദിവസം ഫുള്ളായിട്ട് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ദർഗയുണ്ട്, ഇവിടെ തന്നെ കിടക്കുകയും ചെയ്യാം. പിന്നെ റൂം എടുത്തിട്ടുണ്ടാവും കുറേ ആളുകൾ അങ്ങനെ പോകും. പിന്നെ വെച്ചാൽ ഇവിടുന്ന് ഓതി നിസ്കരിച്ച് ഇതാക്കിയിട്ട് അങ്ങനെ പ്രാർത്ഥന ഒരു ഇതിൽ അങ്ങനെ തന്നെ ഇവിടെ തന്നെ ചെലവഴിക്കും.
നമ്മളെ 2 മല്ലോസ് ഉണ്ട് അവിടെ ഇരിക്കുന്നത്. 4 ആളുണ്ടല്ലോ അവര് കാണുന്നില്ല. അപ്പൊ നമ്മള് ദർഗയിൽ വന്നിട്ട് നമുക്ക് കവാലി എല്ലാം കാണാൻ സാധിക്കും. 2 കവാലി ഉണ്ട്, പക്ഷെ നമ്മളൊന്നും എടുത്തിട്ടുള്ളൂ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ജിയാർത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് ഭയങ്കര ഭയങ്കര ക്രൗഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിഷ്വൽസ് ഒന്നും കറക്റ്റ് ആയിട്ട് എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള വിഷ്വൽസ് നമുക്ക് രാവിലെ കാണാം. ഓക്കെ അബ്രാ. ഗുഡ് മോർണിംഗ്. നമ്മളിവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ സലീം ഖാൻ്റെ അടുത്താണ്. സലീം ഖാൻ്റെ ഷോപ്പിലാണല്ലോ ഇപ്പോൾ. ഇതാ കഴിഞ്ഞ ട്രിപ്പിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, മൂപ്പർ തിരക്കാന്ന്. അപ്പോൾ കഴിഞ്ഞ ട്രിപ്പിൽ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്നാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോയത്. നമ്മളൊരു മലയാളി റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഇത് അജ്മീറിൽ ഈ ഒരു ലൊക്കേഷനിലാണ്. ഗേറ്റ് നമ്പർ 3 പോകുന്ന വഴിക്കാണ് ഈ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഗേറ്റ് നമ്പർ 4 ഇത് ഇവിടെ വരുന്നത്. ഗേറ്റ് നമ്പർ 4 പോകുന്ന വഴിക്കാണ് ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അവള് നല്ല മൊഞ്ചുള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് കേട്ടാ. അതാ 2 ആൾ വരെ ഉള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. എന്നാ ഇതാണ് സലീം ഖാ. സലീം ഖാ, അപ്പോ സലീം ഖാ നിങ്ങൾ ഈ ഒരു ഹോട്ടലിന്റെ പേര് തരും വരുന്നത്? ബർക്കത്ത് ഹോട്ടൽ 4-ാം നമ്പർ ഗേറ്റിന്റെ അടുത്തല്ലേ? ബർക്കത്ത് ഹോട്ടൽ 4-ാം നമ്പർ ഗേറ്റിന്റെ അടുത്ത്. ആരും മറക്കണ്ട. നിങ്ങൾക്ക് പൊറോട്ടയും ബീഫും തിന്നാൻ പൂതിയാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അജ്മീറിൽ വന്നിട്ട് ഇവിടെ വരാവുന്നല്ലേ. രാവിലെ ദോശ, മസാല ദോശ, അതുപോലെ തന്നെ ഇഡ്ഡലി കാര്യങ്ങളെല്ലാം ഉണ്ടാവും. രാത്രിയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ട, ബീഫും ഉണ്ടാവും. അടിപൊളി ബീഫ് അല്ലേ. അപ്പോൾ കാണാം. ഇനി നമ്മൾ ഉദയപൂരിലേക്ക് പോവാന്ന്. അപ്പോൾ വരട്ടെ എന്നാല് ഇൻഷാ അല്ലാഹ് കാണാം. അടുത്ത എത്തിനാണ് പോവാ.